കുറേ അധികം വർഷങ്ങളായി ദൈവത്തിന്റെ നിലനിൽപ്പിനെ ചൊല്ലി തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തുള്ള ശാസ്ത്രജ്ഞരും മതവിശ്വാസികളും. മതവിശ്വാസികൾ പറയുന്നത് അതിവിശാലമായ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നാണ്. എന്നാൽ ശാസ്ത്രം പറയുന്നു, ഈ ലോകത്തിന് ഒരു സൃഷ്ടാവിന്റെ ആവശ്യമേയില്ല, ഇവിടെ ഒന്നും തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഈ വിശാലമായ പ്രപഞ്ചം മുഴുവൻ ബിഗ് ബാങ്ങിലൂടെയുണ്ടായി പലതരം ഫിസിക്സ് നിയമങ്ങൾ കൊണ്ട് നിലനിൽക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോളിതാ താൻ ദൈവത്തിന്റെ നിലനിൽപ്പ് തെളിയിച്ചിരിക്കുകയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞൻ രംഗത്തു വന്നിരിക്കുകയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും സ്മിത്സോണിയൻ സെന്റർ ഫോർ ആസ്ട്രോഫിസിക്സിലും ഏറെനാൾ ജോലി ചെയ്തിരുന്ന ആസ്ട്രോഫിസിസ്റ്റും എയ്റോസ്പേസ് എഞ്ചിനീയറുമായ ഡോക്ടർ വില്ലി സൂണാണ് പുതിയ അവകാശവാദവുമായി രംഗത്തെത്തിയത്. ടക്കർ കാൾസൺ നെറ്റ്വർക്ക് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ചില ഗണിത ഫോർമുലകളിലൂടെയാണ് താൻ ദൈവത്തിന്റെ നിലനിൽപ്പ് തെളിയിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫൈൻ ട്യൂണിംഗ് ആർഗ്യുമെന്റ് എന്ന സിദ്ധാന്തമാണ് വില്ലി സൂണിന്റെ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. ഫൈൻ ട്യൂണിംഗ് ആർഗ്യുമെന്റ് എന്നത് പ്രപഞ്ചത്തിലെ ചില ഭൗതിക സ്ഥിരാംഗങ്ങളും നിയമങ്ങളും ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ രീതിയിൽ കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നു എന്ന വാദമാണ്. ഈ ക്രമീകരണം യാദൃച്ഛികമായി സംഭവിച്ചതല്ലെന്നും ഒരു ബുദ്ധിശക്തിയുള്ള സ്രഷ്ടാവിന്റെ ദൈവത്തിന്റെ ഇടപെടൽ മൂലമാണ് ഇതെന്നും ഈ സിദ്ധാന്തം വാദിക്കുന്നു. ഫൈൻ ട്യൂണിംഗ് ആർഗ്യുമെന്റിന്റെ പ്രധാന ആശയങ്ങൾ: ഭൗതിക സ്ഥിരാംഗങ്ങളുടെ കൃത്യത. പ്രപഞ്ചത്തിലെ ചില ഭൗതിക സ്ഥിരാംഗങ്ങൾക്ക്, ഉദാഹരണത്തിന് ഗുരുത്വാകർഷണ സ്ഥിരാംഗം, ഇലക്ട്രോണിന്റെ ചാർജ്, വളരെ കൃത്യമായ മൂല്യങ്ങളുണ്ട്. ഈ മൂല്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ പോലും ജീവൻ നിലനിൽക്കാൻ സാധ്യമല്ലാത്ത ഒരു പ്രപഞ്ചത്തിലേക്ക് നയിക്കും. പ്രശസ്ത ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞൻ പൗൾ ഡിറാക്കിന്റെ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെയൊരു തിയറി മുൻപോട്ടുവച്ചത്. ജ്യോതിശാസ്ത്രരംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് പോൾ ഡിറാക്ക്. 1932 അദ്ദേഹം ആന്റിമാറ്റർ നിലനിൽക്കാനുള്ള സാധ്യത പ്രവചിക്കുകയുണ്ടായി. മാത്രവുമല്ല, തന്റെ സിദ്ധാന്തങ്ങളുടെ ഭാഗമായി പോൾ ഡിറാക്ക് നിരവധി ഇക്വേഷൻസും അവതരിപ്പിക്കുകയുണ്ടായി. ഈ ഇക്വേഷൻസ് എല്ലാം ദൈവത്തിന്റെ നിലനിൽപ്പിന്റെ സൂചനയായാണെന്നാണ് ഇപ്പോൾ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ വില്ലി സൂൺ പറയുന്നത്. ഇതുപോലുള്ള നിരവധി സംഭവങ്ങളും ഉദാഹരണങ്ങളുമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കുമ്പിടുകയും ഇടയ്ക്കിടെ ഒരു ദീർഘനിശ്വാസം എടുക്കുകയും ചെയ്യേണ്ടിവരും. ഒരുപക്ഷേ എപ്പോഴും നിലനിൽക്കുന്ന ചില ശക്തികൾ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യം ആ പ്രകാശത്തെ പിന്തുടരുക മാത്രമാണ്. ഇത്രയും പറഞ്ഞ് അദ്ദേഹം തന്റെ ഇന്റർവ്യൂ നിർത്തുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ വിവാദപരമായ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ഈ പ്രപഞ്ചം ഒരു സൃഷ്ടികർത്താവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ വളരെ യാദൃച്ഛികമായി ഉണ്ടായതാണെന്ന് കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ലീവ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.